ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു ടി സി ആൻഡ് ഹെക്സോറ. പ്രീവിയസ് വീഡിയോയിൽ നമുക്ക് നല്ല സപ്പോർട്ടാണ്, അതായത് ഞങ്ങൾ വിചാരിച്ചതിനപ്പുറം ഒരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കമൻറ്റ് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചോളൂ. ഓക്കെ, അപ്പം എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി എന്തെങ്കിലും ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കണം എന്നുള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഞങ്ങൾ മാക്സിമം അത് ഉൾപ്പെടുത്തി മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഇതൊരു ബ്രേക്ക് ഡൗൺ വീഡിയോ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ് ഫസ്റ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തത്. അപ്പം അതിൽ പറഞ്ഞ ആ സെയിം ഒരു ബയാസിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രേഡും എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമാണ്. ഇത് ഞാനിനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരുന്നതാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ ഒരു പ്രീവിയസ് വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ടൈം ഫ്രെയിമിലോട്ട് വീക്ക്ലിയിലും സെയിം നമ്മൾ അന്ന് പറഞ്ഞിരുന്ന, അതായത് പ്രീവിയസ്ലി നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്ന ട്രേഡ് എടുക്കാനുള്ള സെയിം റീസണാണ് ഇവിടെ ഈ ഒരു ട്രേഡ് ഞാൻ എടുക്കാനുണ്ടായിരുന്ന റീസൺ. അതായത് അന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഡ്രോൺ ലിക്വിഡിറ്റി ഈ ഒരു പോയിൻ്റ് ആയിരുന്നു എന്നുള്ളത്. അതായത് നോക്കിയാൽ മനസ്സിലാവും വീക്ക്ലി ഒ ബി എന്നുള്ള ഒരു ഇമ്പൾസീവ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യണം. ആ ഒരു രീതിയിലാണ് ഈ ഒരു ട്രേഡ് പുഷ് ചെയ്തിരുന്നത്. നമുക്ക് ഡെയിലിയിൽ നോക്കാം. ഡെയിലിയിലും സെയിം അത് തന്നെ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് പോയതായിരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അന്ന് കഴിഞ്ഞ ട്രേഡ് എടുത്തിരുന്ന ഈ ഒരു പോർഷനിലായിരുന്നു. നമ്മളൊരു ഡേ CRT ആയിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. നമുക്ക് കീ ലെവലായിട്ട് നമുക്കിവിടെ ഒരു ഡെയിലി FEG ഉണ്ടായിരുന്നു. ആ ഒരു ട്രേഡായിരുന്നു നമ്മളന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരുന്നത്. അന്ന് പറഞ്ഞിരുന്നു ഇതാണ് നമ്മുടെ അടുത്ത ലിക്വിഡിറ്റി പോയിൻ്റ് എന്നുള്ളത്. സെയിം ആ ഒരു പോയിൻ്റിൽ തന്നെയാണ് ഈ ഒരു ട്രേഡ് എടുത്തിരുന്നത്. നമുക്കത് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് കൂട്ടിച്ചേർക്കുകയാണ്. കുറേ പേര് പലരും എന്നോട് ചോദിച്ചിരുന്നു, നമ്മൾ ആ ടെലഗ്രാമിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പം പലർക്കും ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡെയിലിയൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരു മന്ത്ലി FEG എന്നുള്ളായിരുന്നോ പ്രൈസ് റീട്രേസ് ചെയ്തിരുന്നതും, അതുപോലെ ഡെയിലി നോക്കുകയാണെങ്കിൽ ഒരു OB അല്ലെങ്കിൽ റിജക്ഷൻ ബ്ലോക്കും ഒക്കെ ഇവിടെ കാണാം. അപ്പം പിന്നെ ഒരു പ്രീമിയം ഏരിയയിലാണ് ഇപ്പം മാർക്കറ്റ് നിന്നിരുന്നത്. പിന്നെ എങ്ങനെയാണ് ആ ഒരു ട്രേഡ് പുഷ് ചെയ്യാനുണ്ടായിരുന്ന കാരണം എന്നുള്ളത് എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഞാൻ മറുപടി ഇതേ പറയാനുള്ളൂ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇതെന്താണ് ആ റീസൺ എന്നുള്ളത്, അല്ലേ? ഞാൻ പറയാം. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രോൺ ലിക്വിഡിറ്റി മേളിലാണ്. അപ്പോൾ ഈ ഒരു പ്രീമിയത്തിൽ നിൽക്കുന്ന മാർക്കറ്റിൽ ഇങ്ങനൊരു ട്രേഡ് എടുക്കാനുള്ള റീസൺ കുറച്ച് പേർക്ക് മനസ്സിലായി കാണില്ലേ? ഇല്ലാത്തവർക്കായിട്ട് പറയാം, ജസ്റ്റ് അതൊരു KOD മോഡലായിരുന്നു. ഇനി KOD മോഡൽ എന്താണ് എന്നറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു. നമുക്കിവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കുറച്ച് കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്കതൊരു വീഡിയോ ആയിട്ട് തന്നെ അടുത്ത ഇതിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒരു നമ്മൾ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വീഡിയോ ലെങ്തി ആയി മാറും. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് സംസാരിക്കാം. ഓക്കെ, ഇനി നമുക്ക് 4 ഹവറിൽ വരുവാണെങ്കിൽ, ഒരു മിനിറ്റ്, ഡെയിലി തന്നെ ആദ്യം നോക്കാം. ഡെയിലിയിൽ നോക്കിയാൽ മനസ്സിലാകും നമുക്കൊരു ഗ്യാപ്പ് അപ്പോട് കൂടിയാണ് ഡെയിലി ക്യാൻഡിൽ ഫോം ആയത്. അതായത് ബൈയിങ് പ്രഷർ ഇവിടെ കൂടുതലാണ്. 4 ഹവറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ഗ്യാപ്പും കാണാൻ പറ്റും, അതുപോലൊരു വോളിയം ഇംബാലൻസും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഞാനപ്പം ആ ഗ്യാപ്പ് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി ഈ ഗ്യാപ്പ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കീ ലെവൽ. ഇതായിരുന്നു കീ ലെവൽ. അതുപോലെ CRT ആയിട്ട് ഞാൻ എടുത്തിരുന്നത് ഈ ഫസ്റ്റ് 4 ഹവർ ഈ ക്യാൻഡിൽ തന്നെയായിരുന്നു. ഞാനതും അവിടെ മാർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് മാർക്കറ്റ് ഈ ഒരു രീതിയിലായിരുന്നു നിന്നിരുന്നത്. അപ്പം നമുക്കിവിടെ വ്യക്തമായൊരു CRT കിട്ടി. അതുപോലെ ഓൾറെഡി ഒരു കീ ലെവലുണ്ട്. അപ്പം കീ ലെവൽ മാർക്ക് ചെയ്ത് കോൺഫിഡൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രേഡ് പുഷ് ചെയ്യാം.
ആ രീതിയിലാണ് ഞാൻ ഈ ട്രേഡ് എടുത്തിരുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഞാനിവിടെ ഫൗണ്ട് ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടിയിരുന്ന കീ ലെവലും എല്ലാം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. പിന്നീട് നോക്കുവാണെങ്കിൽ നമ്മുടെ കീ ലെവലിലോട്ട് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്, റീച്ചായി. ആ സമയത്ത് ഞാൻ പിന്നെ SMD, അതായത് അടുത്തൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് DXY ആയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് നമുക്കിവിടെ ഒരു SMD കാണാൻ സാധിക്കും. അപ്പോൾ അതും എനിക്കൊരു കോൺഫ്ലുവൻസ് ആയിട്ട് കിട്ടി. ഞാൻ ആ SMD അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ SMD ആയിട്ടുണ്ട്. കീ ലെവൽ ടാപ്പ് ചെയ്തു. നമ്മുടെ അതുപോലെ തന്നെ CRT പർജിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സിക്യൂഷൻ നടക്കുന്ന ടൈം ഫ്രെയിം 15 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഞാനത് 15 മിനിറ്റ്സിലോട്ട് എൻ്റെ ചാർട്ട് സ്വിച്ച് ചെയ്തു. ഇവിടെ CRT ഹൈ, അതുപോലെ തന്നെ CRT ലോയ്, മാർക്ക് ചെയ്തിരുന്ന SMD. ഓക്കെ, അപ്പം നമുക്ക് CRT പർജ് ചെയ്തതും നമ്മുടെ കീ ലെവലിലോട്ട് വന്ന ക്യാൻഡിലും ഈ ഇതാണ്. അപ്പം ഞാനത് പർജ് ചെയ്തതുകൊണ്ട് ടർട്ടിൽ സൂപ്പായിട്ടത് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ എൻട്രിയാണ് നോക്കുന്നത്. നമുക്ക് CRT ആയി, കീ ലെവലായി, SMD ഫോമായി, പർജൻ നടന്നു. അപ്പം ഞാൻ നോക്കിയപ്പം എനിക്ക് വേണ്ട എൻട്രി എടുക്കാനുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ക്യാൻഡിലിന് മുകളിൽ എനിക്കൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ മാത്രമേ ഞാൻ എൻട്രി എടുക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ എൻട്രിയുടെ ക്യാൻസലായി. ഇതിന് മേളിലാണെന്നുണ്ടെങ്കിൽ ക്ലോസിങ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഈ എൻട്രി പുഷ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു. നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അടുത്ത ക്യാൻഡിലിൽ ഓൾറെഡി ക്ലോസ് കിട്ടി, അതുപോലെ റീടെസ്റ്റും വന്നു. ഞാൻ ഇവിടെയാണ് എൻ്റെ എൻട്രി പുഷ് ചെയ്തത്. അതുപോലെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഗ്യാപ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് വെച്ചു. TP എയിം ചെയ്തിരുന്നത് നമ്മുടെ CRT ഹൈ. നമുക്ക് നോക്കാം. അതുപോലെ ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനകത്ത് ഇപ്പം ഇവിടെ ഇങ്ങനെ എൻട്രി എടുത്ത പല ആൾക്കാർക്ക് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. അതായത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോയുടെ താഴെ ടൈറ്റായിട്ട് SL വെച്ചവരുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് SL അടിച്ചിട്ടാണ് മാർക്കറ്റ് കയറിപ്പോയിരിക്കുന്നത്. അപ്പം ഞാനിവിടെ SL വെച്ചിരുന്നത് ഈ ഒരു ഗ്യാപ്പിന് താഴെയാണ്. നമ്മളെപ്പോഴും ഒരു SL വെക്കുമ്പോഴത്തേക്കിന് TP SL സെറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഇപ്പോൾ CRT ആണെങ്കിൽ ഏത് ട്രേഡ് ആണെന്നുണ്ടെങ്കിലും, എങ്ങനെ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്ത് ട്രേഡ് എടുക്കുന്നവരാണെങ്കിലും നമുക്കുള്ള റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ എനിക്ക് ആ ഒരു ട്രേഡിൽ ഞാൻ എപ്പോഴും എയിം ചെയ്യുന്നത് ഒരു 1:3 ആണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ എൻ്റെ SL ടൈറ്റാക്കി വെച്ചില്ല. അതിൻ്റെ റീസൺ ഇതാണ്, ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നടന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഞാൻ എൻ്റെ SL കീപ്പ് ചെയ്തത്. എന്നിട്ടാണ് ഞാൻ എൻ്റെ TPയിലോട്ട് നോക്കിയത്. അപ്പോൾ എനിക്കവിടെ 1:3 ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ട്രേഡ് ഞാൻ പുഷ് ചെയ്തത്. ഇനി അതല്ല, ഞാനിവിടെ നോക്കി ഗ്യാപ്പിൻ്റെ താഴെ ഒത്തിരിയാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ 1:1 അല്ലെങ്കിൽ 1.5 ഉള്ളെങ്കിൽ ഞാൻ ആ ട്രേഡ് എടുക്കില്ലായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ട്രേഡ് എടുക്കുന്ന സമയത്ത് ആ ഒരു കാര്യം ഇവിടെ ചെക്ക് ചെയ്യുക. പിന്നെ പലർക്കും ആ ഒരു ഡൗട്ടും കാണും, എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കുറേ ആൾക്കാർക്ക് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. അത് ഈ ടൈറ്റായിട്ട് വെച്ചവരാണ്. അത് തെറ്റ് പറയുന്നില്ല, പക്ഷെ ചില കണ്ടീഷനിൽ ചില സമയത്ത് നമുക്ക് SL ഇച്ചിരി, അതായത് ഒത്തിരി ഇറക്കി വെക്കാനും പാടില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഒരു കുറച്ച് താത്ത് വെക്കുക, ആ ഒരു ലോജിക്കിനനുസരിച്ച് നമ്മൾ SL താത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തു. അതൊക്കെ ഏത് സമയത്തൊക്കെയാണ് നമുക്ക് അങ്ങനെ SLകൾ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്കതും എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ മാക്സിമം എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അതൊരു എളുപ്പമായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ടൈപ്പ് വീഡിയോകൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോകാം. കറക്റ്റ് ആ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് വീണ്ടും മാർക്കറ്റ് മേളിലോട്ട് കയറിയത്. നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടെ എനിക്കിവിടെ ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു SLും TPയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ TP വെച്ചിരുന്നാലും മാർക്കറ്റ് മേളിലോട്ട് പോകുന്ന കാണുമ്പോൾ അവർ ചിലപ്പോൾ അത് TP ലെവൽ മാറ്റി മേളിലോട്ട് വെക്കാറുണ്ട്. അത് തെറ്റ് എന്ന് പറയുന്നില്ല, പക്ഷേ പലപ്പോഴും ചിലപ്പോൾ അത് ആപ്ലിക്കബിൾ ആകണം എന്നില്ല. നമ്മൾ ആ മേളിലോട്ട് കയറ്റി വെക്കും തോറും ചിലപ്പോൾ ആ പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് മാർക്കറ്റ് വേണമെങ്കിൽ റിവേഴ്സലാകാം. റിവേഴ്സലായി കഴിഞ്ഞാൽ ആ ഒരു
ഫിയറിൽ നമ്മൾ ചിലപ്പം എന്താ പറയുക, SL ഇവിടെ തന്നെ കീപ്പ് ചെയ്താലും നമുക്ക് ഒരു റിവാർഡും കിട്ടാതെ നമുക്ക് ആ ട്രേഡ് എക്സിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ആ ഒരു സൈക്കോളജി, അതായത് അവിടുന്ന് റിവേഴ്സൽ കാണുമ്പോൾ പലരും ചിന്തിക്കും അതിൽ ഇവിടം വരെ വന്നതല്ലേ, ചിലപ്പം അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും എന്ന് വെച്ച് വീണ്ടും വീണ്ടും ഹോൾഡ് ചെയ്യുന്നവരും ഓരോരുത്തരുടെ സൈക്കോളജിയാണ്, അതിനനുസരിച്ചാണ് അവിടെ വർക്കാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മളെന്താണോ ഒരു ട്രേഡ് പുഷ് ചെയ്യുന്നുണ്ട്, അപ്പം നമ്മൾ അതിൻ്റെ റിസ്ക് റിവാർഡ് എപ്പോഴും കണ്ടിരിക്കണം. നമുക്ക് മതിയായിട്ടുള്ള റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിലേ നമ്മൾ ആ ട്രേഡ് എടുക്കാനും പാടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഞാനെപ്പോഴും ട്രേഡ് എടുക്കുന്ന ഒരു 1:3 ആണ് ഞാൻ മാക്സിമം പുഷ് ചെയ്യുന്നത്. അതുണ്ടെങ്കിൽ ഞാൻ ആ ട്രേഡ് എടുക്കുകയും ചെയ്യും. പിന്നെ ഒരിക്കലും എല്ലാ സ്ട്രാറ്റജിയും ഈ ചിലർ പറയുന്ന പോലെ 100% വിന്നിംഗ് ആയിട്ട് ഒരു സ്ട്രാറ്റജി ഇല്ല. 50% അല്ലെങ്കിൽ 60%. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിന് നമ്മൾ പറയുന്ന രീതിയിൽ, ഇപ്പം ഞാൻ ഈ ഡ്രോൺ ലിക്വിഡിറ്റി പറഞ്ഞു, അങ്ങോട്ട് പോകണം എന്നെനിക്ക് വാശി പിടിക്കാനും പറ്റത്തില്ല. അപ്പം എനിക്ക് കൂടുതൽ കോൺഫിഡൻസും കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് ഞാൻ ആ ട്രേഡ് എടുക്കുന്നത്. എന്തായാലും അത് ടീപ്പായിട്ട് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ SL ആകാം, ചിലപ്പോൾ TP ആകാം. നമ്മൾ ഏതൊരു ട്രേഡിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സൈക്കോളജി കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളും അതിനെക്കുറിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ട്രേഡിനെ കുറിച്ച് മനസ്സിലായി കാണും എന്ന് വിചാരിക്കും. ഇനി ഇതിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിനകത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഞങ്ങളാൽ കഴിയാവുന്ന മാക്സിമം ഞങ്ങളത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ എല്ലാ എടുക്കുന്ന ട്രേഡുകളും അതുപോലെ നമ്മുടെ ബ്രേക്ക് ഡൗൺ വീഡിയോസ് ആണെങ്കിലും ചെറിയ സ്ക്രീൻഷോട്ടുകൾ, പിന്നെ ഡെയിലി മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ്, വ്യൂസ് കാര്യങ്ങളെല്ലാം നമ്മൾ ടെലിഗ്രാം ചാനലിലും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അപ്ഡേറ്റ് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ചാനലാണ്, നിങ്ങൾക്ക് കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും അതിലൂടെ കിട്ടുന്നതായിരിക്കും. നമ്മൾ ആ ലിങ്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം മാക്സിമം കമൻറ്റും കാര്യങ്ങളും ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് അറിയേണ്ടത്, ട്രേഡിംഗ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ്, സ്റ്റഡി കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ള വീഡിയോസ് മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തി വരുന്നതാണ്. അപ്പോൾ ബ്രേക്ക് ഡൗൺ വീഡിയോസ് മാത്രമായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നമുക്ക് വീഡിയോസ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പം ഓക്കെ, താങ്ക്സ് ഓൾ.